രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. वोट चोरी और ये रियलिटी है. वो जो इलेक्शन चोरी करने की कोशिश है तो वोट चोरी करवा रहा है. वोट चोर है. दिल से आप मेड इन चाइना को खत्म करना है, मेड इन बिहार, मेड इन इंडिया लाना है. वोट चोर. ഈ വോട്ട് ചോരിയിലെ വോട്ട് കള്ളന്മാരെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആരാണ് വോട്ട് മോഷ്ടിച്ചത്? ആരാണ് ചോർ? ആരാണ് കള്ളൻ? രാഹുൽ ഗാന്ധി പറയുന്നു നരേന്ദ്രമോദിയാണ് ഈ വോട്ട് മോഷ്ടിച്ച കള്ളൻ. അദ്ദേഹത്തിൻ്റെ ഈ വിശേഷണത്തെ അങ്ങനെ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ചൗക്കിദാർ ചോർ ഹേ. ചോർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പദമാണ്. അതിൻ്റെ മറുപടി 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ഇനി ഇപ്പോഴദ്ദേഹം പറയുന്നു വോട്ട് ചോറാണ് പിന്നെ നരേന്ദ്രമോദി എന്ന്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ശരി, വോട്ട് ചോർ എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുന്ന, വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദിയെ മറ്റൊരു വീക്ഷണത്തിലൂടെ നമ്മളൊന്ന് നോക്കിയാൽ മലയാളത്തിന് അതിന് മറുപടി പറഞ്ഞാൽ നരേന്ദ്രമോദി വോട്ട് ചോരിയല്ല, മറിച്ച് നരേന്ദ്രമോദി വോട്ട് വാരിയെടുക്കുകയാണ് അദ്ദേഹം. അത് വെറുതെ പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അങ്ങനെയാണ് എന്ന് നമ്മൾ തെളിവ് സഹിതമല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം 2002 മുതൽ 2014 വരെയുള്ളൊരു കാലഘട്ടം നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ പെർഫോമൻസ് വെച്ചാണ് അദ്ദേഹം വോട്ട് വാരിയാണെന്ന് പറഞ്ഞത്. അദ്ദേഹം അവിടെ അധികാരത്തിൽ വന്നു. ഓരോ തെരഞ്ഞെടുപ്പിനും BJPയുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു, വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവിടെ വോട്ട് വാരിയെടുക്കുകയായിരുന്നു. അന്ന് വളരെ വ്യാപകമായ പ്രചരണം അഖിലേന്ത്യാ തലത്തിലൊക്കെ നടന്നു. നരേന്ദ്രമോദി, ഗോദ്ര കലാപം, അതിനുശേഷം നടന്ന മുസ്ലിം വംശഹത്യ ഒക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തതാണ്. എന്തായാലും 2014 നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് BJP അവതരിപ്പിച്ചു. അന്നും ഇതെല്ലാം വന്നു. അന്ന് നമ്മുടെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് തൃശ്ശൂലം, ഭ്രൂണം, ഗർഭിണിയായ മുസ്ലിം സ്ത്രീ, ഇങ്ങനെ നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ മോദിക്ക് വിസ നിഷേധിച്ചപ്പോൾ അതും വാർത്തയായി. പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ചാണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. 2014 അദ്ദേഹം അധികാരത്തിൽ വരുന്നത് 282 സീറ്റ് വാങ്ങിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ 1984 രാജീവ് ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം. അപ്പോൾ ആ ഭൂരിപക്ഷം സൃഷ്ടിച്ചത് സത്യത്തിന് ഇന്ദിരാഗാന്ധിയുടെ വധത്തിലുണ്ടായ സഹതാപ തരംഗമാണ്. ആ സഹതാപ തരംഗത്തിൽ അധികാരത്തിലേറിയ കോൺഗ്രസിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവുമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ആദ്യമായിട്ടൊരു പ്രധാനമന്ത്രി തൻ്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവുമായിട്ട് വന്നത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വോട്ട് ചോരിയാണോ അതോ വോട്ട് വാരിയാണോ? ഇനി 2019 കിടക്കാം. 5 വർഷം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് പെർസെൻറ്റേജും കൂടി, സീറ്റിൻ്റെ എണ്ണവും കൂടി 303 സീറ്റായിട്ട് വർദ്ധിച്ചു. അപ്പോൾ 2014 കോൺഗ്രസിനുണ്ടായിരുന്ന സീറ്റ് 44 സീറ്റാണ്. പക്ഷേ 2019 വന്നപ്പോൾ അത് 52 സീറ്റായി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മറക്കാൻ കഴിയില്ല. ഇതിൽ 15 സീറ്റുകൾ സംഭാവന ചെയ്തത് രണ്ടാം നവോത്ഥാനം നടത്തിയ ഇടതുപക്ഷ സർക്കാരാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ രണ്ടാം നവോത്ഥാനത്തിൽ മനസ്സ് നൊന്ത കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്ത വോട്ടാണ് കോൺഗ്രസിന് കരുത്തായിട്ട് മാറിയത്. അപ്പോൾ 15 സീറ്റ് ഇല്ലായിരുന്നെങ്കിലത്തെ സ്ഥിതി നമുക്കറിയാം. എന്തായാലും ശരി, അത് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. 52 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ ജനസമ്മതിക്ക് ഇടിവ് സംഭവിച്ചു എന്നാണ് വ്യാപകമായ പ്രചരണം വന്നത്. പക്ഷേ കൃത്യമായി വരികൾക്കിടയിലൂടെ, വോട്ടിംഗ് നടന്ന ആ സംഭവങ്ങൾക്കിടയിലൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നരേന്ദ്രമോദിയുടെ ജനസമ്മതിക്ക് ഒരു ഇടിവും യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്നില്ല. മറിച്ച് ചക്ക വീണപ്പോൾ മൊയിൽ ചത്തതുപോലെ ഒരു ആകസ്മികമായ സംഭവം മാത്രമായിരുന്നു. പക്ഷേ ചക്ക വീണത് ആകസ്മികമല്ല, അത് ബുദ്ധിപൂർവമായി കരുക്കൾ നീക്കി ഉണ്ടാക്കിയ ചില സംഭവങ്ങളാണ്. ആ സംഭവങ്ങളിലേക്ക് പോകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വന്നാൽ, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അദ്ദേഹം ചോദിച്ചത് രാജാവിനാരെയും പുറത്താക്കാമോ?
അത്തരൊരു ചോദ്യത്തിന് വേദിയൊരുക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ 130 ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് 5 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്ന കേസിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ സംസ്ഥാന മന്ത്രിയോ പോലീസ് കസ്റ്റഡിയിൽ തുടർന്നാൽ 31ാമത്തെ ദിവസം അദ്ദേഹം അധികാരത്തിന് പുറത്താവും. സ്വാഭാവികമായി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അധികാരത്തിന് പുറത്താകും. ഈ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ ഭേദഗതി 130ാമത് ഭേദഗതിക്കായി നരേന്ദ്രമോദി ഇതുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അമിത്ഷായാണത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അന്നേരമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്, രാജാവിന് ആരെയും ഇത് ഇങ്ങനെ പുറത്താക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ രാജാവിന് ആരെയും അകത്താക്കാൻ കഴിയുമോ? അതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ അവിടെ അദ്ദേഹം ഉപയോഗിച്ച പദം രാജാവിന്. ആരാണ് രാജാവ്? അമിത്ഷായെ ചൂണ്ടിയല്ല പറഞ്ഞത്, നരേന്ദ്രമോദിയെ ചൂണ്ടിയാണ് പറഞ്ഞത്. നരേന്ദ്രമോദിയെ ചൂണ്ടിയാണ് ചോദിച്ചത് രാജാവിന് ആരെയും അകത്താക്കാൻ കഴിയുമോ എന്ന്. ഇവിടെ രാജാവ് എന്നുള്ള പ്രയോഗം മോദി രാജാവാണോ? അതെ, മോദി രാജാവാണ്. മോദി ജനഹൃദയങ്ങളിൽ രാജാവായിട്ടാണ് ജീവിക്കുന്നത്. അത് കൃത്യമായി രാഹുൽ ഗാന്ധി കണ്ണു തുറന്ന് കാണണം. അദ്ദേഹം രാജാവ് തന്നെയാണ്. അതേസമയം രാഹുൽ ഗാന്ധിയോ? രാഹുൽ ഗാന്ധി രാജകുമാരനാണ്. മോദി ജനങ്ങളുടെ രാജാവാണെങ്കിൽ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളുടെ രാജകുമാരനാണ്. മാധ്യമങ്ങളുടെ രാജകുമാരൻ, മാധ്യമങ്ങൾ സൃഷ്ടിച്ച മായാലോകത്ത് ജീവിക്കുന്ന ഈ രാജകുമാരന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എത്ര കാലം തൻ്റെ ഉറച്ച സാന്നിധ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമുള്ളത്, അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് വോട്ട് വാരിയായി മാറാൻ കഴിഞ്ഞത്? ഈ രാജാവിന് എങ്ങനെ ഈ വോട്ട് വാരിയായിട്ട് മാറാൻ കഴിഞ്ഞു? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 2014 ശേഷം ഇന്ത്യയിൽ നടന്ന ചില വികസനങ്ങൾ കണ്ണു തുറന്ന് കണ്ടെങ്കിലേ പറ്റുള്ളൂ. 12 കോടി ശൗചാലയങ്ങളാണ് ഇന്ത്യയിലെ ശൗചാലയങ്ങളില്ലാത്ത വീടുകളിൽ എത്തിച്ചു കൊടുത്തത്. ഉത്തരേന്ത്യയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ശൗചാലയങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഏറ്റവും അധികം ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിച്ചിട്ടുള്ളത് ഉത്തരേന്ത്യയിലെ സ്ത്രീകളായിരുന്നു. അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചതായിരുന്നു ഓരോ വീടുകളിലും നൽകിയ ശൗചാലയങ്ങൾ. 12 കോടി ആളുകൾക്കാണ് ശൗചാലയം നൽകിയത്. ഇനിയും 15 കോടി ആളുകൾക്ക് ഉജ്ജ്വല കണക്ഷൻ കൊടുത്തു. 15 കോടി ആളുകൾക്ക് ഉജ്ജ്വല കണക്ഷൻ കൊടുത്താൽ ചാണക വരളി വെച്ച് ആഹാരം പാചകം ചെയ്തിരുന്ന, വിറക് വെച്ച് പുക ഊതി ആഹാരം പാചകം ചെയ്ത വീട്ടമ്മമാരുടെ വീട്ടിലേക്കാണ് നോബ് തിരിച്ചാൽ പാചകവാതകം കിട്ടത്തക്ക വിധത്തിൽ പാചകവാതകം വീടുകളിൽ എത്തിച്ചു കൊടുത്തത് 15 കോടി ആളുകൾക്ക്. കോടിക്കണക്കിന് ആളുകൾക്ക് മുദ്ര ലോൺ കിട്ടി. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കർഷകർക്ക് പ്രതിമാസം 6000 രൂപ കർഷക പെൻഷൻ കിട്ടി. വനിതകൾക്ക്, പെൺകുട്ടികൾക്ക്, അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക്. അങ്ങനെ ഈ ഗവൺമെന്റിന്റെ, മോദിയുടെ ഗവൺമെന്റിന്റെ വികസനത്തിന്റെ കരസ്പർശമേക്കാത്ത ഏത് മേഖലയുണ്ട്, എത്ര സമൂഹമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. കർഷക പെൻഷൻ 6000 രൂപ കൃത്യമായി നരേന്ദ്രമോദി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി ഓഫർ ചെയ്തത് 75,000 രൂപയാണ്. പ്രതിവർഷം 75,000 രൂപ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ 75,000 രൂപ വേണ്ട, മറിച്ച് നരേന്ദ്രമോദിയുടെ 6000 രൂപ മതി എന്ന് തീരുമാനിച്ച സാധാരണ കർഷകനാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് രാഹുൽ ഗാന്ധി മറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ അവസാനം വന്ന സംഭവം ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ച പ്രസക്തമായൊരു ചോദ്യമുണ്ട്, ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു? ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടത് കേട്ട് സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ചോദ്യമായിരുന്നു അത്. 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഇന്ത്യക്ക് നഷ്ടമുണ്ടായി എന്നുകൂടി രാഹുൽ ഗാന്ധി പഠിക്കണം. 40,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയത്. ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ചൈന കൈവശപ്പെടുത്തിയത് 1962 നെഹ്റുവിൻ്റെ വിഡ്ഢിത്തം കൊണ്ടുണ്ടായ സംഭവമാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. 1960 ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു, സിന്ധു നദീജല കരാർ. ഈ സിന്ധു നദീജല കരാർ അനുസരിച്ച് ഇന്ത്യ 62 മില്യൺ പൗണ്ടാണ് പാകിസ്ഥാന് നൽകിയത്. എന്തിനാണ് ഈ പണം നൽകിയത്? ഇന്ത്യയെ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയിലെ ജലം ഉപയോഗിച്ച് പാകിസ്ഥാനിലെ കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങൾ വികസിപ്പിക്കാനും കനാലുകൾ നിർമ്മിക്കാനുമാണ് 62 മില്യൺ പൗണ്ട് അന്ന് നെഹ്റു പാകിസ്ഥാന് കൊടുത്തു. ആലോചിച്ച് നോക്കണം.
ആ നെഹ്റു, അതായത് ഇന്ത്യയിലെ സിന്ധു നദിയിലെ ജലം ഉപയോഗിച്ച് പാകിസ്ഥാന് അവിടുത്തെ കൃഷിയിടങ്ങൾ വികസിപ്പിക്കാൻ, കനാലുകൾ നിർമ്മിക്കാൻ 62 മില്യൺ പൗണ്ട് അദ്ദേഹം നൽകിയപ്പോൾ മോദി സിന്ധു നദിയിലെ ജലം പാകിസ്ഥാന് നൽകില്ല, ഭീകരപ്രവർത്തനവുമായി പോയാൽ ആ നദീജല കരാർ റദ്ദാക്കി. ഇനിയും സിന്ധു നദിയിലെ ജലം പഞ്ചാബിലൂടെയും രാജസ്ഥാനിലൂടെയും ഒക്കെ ഒഴുകും, അവസാനം അത് നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അണക്കെട്ടിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആലോചിച്ച് നോക്കണം, നരേന്ദ്രമോദിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഉത്തരേന്ത്യയിലെ കർഷകർ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഇതാണ് യഥാർത്ഥത്തിലെ രാഹുൽ ഗാന്ധി കൃത്യമായി പഠിക്കേണ്ടത്. പക്ഷെ അത് കാണാനുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയി. അദ്ദേഹം വോട്ട് ചോരി യാത്ര നടത്തുന്നുണ്ട്. ഈ വോട്ട് ചോരി യാത്രയ്ക്ക് കാണാനായിട്ട് പല സ്ഥലത്തും ആളുകൾ റോഡിൻ്റെ ഇരുവശവും കൂടുന്നുമുണ്ട്, അതും വാസ്തവമാണ്. പക്ഷെ കാണാൻ വരുന്ന ആളുകൾ, അതിൽ ഭൂരിപക്ഷം ആളുകളും 12 കോടി ശൗചാലയങ്ങൾ കിട്ടിയ ആളുകളാണ്, 15 കോടി ഉജ്ജ്വല കണക്ഷൻ കിട്ടിയ ആളുകളാണ്, 6000 രൂപ പ്രതിവർഷം പെൻഷൻ വാങ്ങുന്ന കർഷകരാണ്, മുദ്രാ ലോൺ വാങ്ങിക്കുന്ന അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളാണ്, ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന അമ്മമാരും അതുപോലെ തന്നെ പെൺകുട്ടികളും അടങ്ങുന്ന വലിയൊരു സമൂഹമാണ്. വോട്ട് ചോരി യാത്ര കാണാൻ അവർ വരും, പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാകുമോ എന്നുള്ള വസ്തുത ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാഹുൽ ഗാന്ധി മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രാക്കിൽ അടുക്കി വെച്ച ഹഡിലുകൾ കൃത്യമായി കടന്ന് ദൃഢമായ കാൽവയ്പ്പുകളോടെ കുതിക്കാനും കാലിടറാതെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിച്ചേരാനും കഴിയുന്ന നേതാക്കൾ ഇന്ത്യയിൽ വളരെ ചുരുക്കമാണ്. അതിന് സമയവും ലക്ഷ്യവും കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് പോകണം. അങ്ങനെ സമയവും ലക്ഷ്യവും കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് കുതിക്കുന്ന ഒരു അത്ലറ്റാണ് നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദിയുടെ എനർജി, ഊർജം എന്ന് പറയുന്നത് ജനപിന്തുണയാണ്. അല്ലാതെ ബൂസ്റ്റ് ഈസ് നോട്ട് ദ സീക്രട്ട് ഓഫ് മോദീസ് എനർജി. അതാണ് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഒരു അമുൽ ബേബിയാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ജനപിന്തുണയാണ് നരേന്ദ്രമോദിയുടെ ഊർജം എന്നുള്ള വസ്തുത അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോഴും ചില സോഷ്യൽ മീഡിയയുടെ ആളുകളും അതുപോലെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരുക്കിയ ഒരു മായാ ലോകത്താണ് രാഹുൽ ഗാന്ധി കഴിയുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ട് ഒരാൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. അത് നരേന്ദ്രമോദി തെളിയിച്ചതാണ്. മാധ്യമങ്ങളുടെ എതിർപ്പിനെ അതിജീവിച്ചു വന്ന നരേന്ദ്രമോദി അത് തെളിയിച്ചതാണ്. ഇവിടെ ആളുകൾ കാണാൻ അറയ്ക്കുന്ന ചാനലുകളും കൈകൊണ്ട് തൊടാൻ അറയ്ക്കുന്ന വർത്തമാന പത്രങ്ങളും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി സ്തുതി പാടുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഒരു ശരാശരി ഭാരതീയന്റെ മനസ്സിൽ വരുന്നത്, ഭാരതത്തെ സ്നേഹിക്കുന്നവർക്ക് രാഹുൽ ഗാന്ധി വേണമെന്ന് പറയാൻ തോന്നില്ല. അതാണ് യഥാർത്ഥം. ഇതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.